ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ സുധിയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം സീനാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതി വിളക്ക് കൊളുത്തുന്നു, ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നു. വിളക്ക് കൊളുത്തി കഴിയുമ്പോൾ പഴയ ഓണർ വന്ന് സുധി വിളിക്കുന്നു. സുധി ഒന്ന് വരൂ എന്ന് പറയുന്നു. സുധി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ പഴയ ഓണറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അയാൾ കൈ കൊടുത്തതിന് ശേഷം പറയുന്നു, സുധി ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഫയൽ സുധിയുടെ നേരെ നീട്ടിയിട്ട് പറയുന്നു, ഇതാ ഷോപ്പിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇതിലുണ്ട്. അത് മേടിക്കാനായി പോകുമ്പോൾ പെട്ടെന്ന് ശ്രുതി ഇടപെട്ടിട്ട് പറയുന്നു, അങ്കിൾ ഒരു നിമിഷം, ഞങ്ങൾക്ക് എല്ലാം അമ്മയാണ്, ഇത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കൂ. അപ്പോൾ അത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് സന്തോഷമുണ്ടാവുന്നു. അപ്പോൾ സുധിയും പറയുന്നു, അമ്മേ വേടിക്കമ്മേ എന്ന് പറയുന്നു. അങ്ങനെ ഓണർ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചന്ദ്രമതിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അത് കണ്ട് എല്ലാവരും, അച്ചമ്മയും മറ്റുള്ളവരും എല്ലാവരും സന്തോഷിക്കുന്നു. വർഷ അതെല്ലാം മൊബൈലിൽ പകർത്തുന്നുണ്ട്. ചന്ദ്രമതി ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം മോനെ എന്ന് വിളിച്ച് ശ്രുതിയെ ഏൽപ്പിക്കുന്നു. ശ്രുതി അത് സന്തോഷത്തോടെ വാങ്ങുന്നു. ശ്രുതിക്കും സന്തോഷമാകുന്നു, അച്ഛനും സന്തോഷമാകുന്നു, എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. ശ്രുതി അനുഗ്രഹം വാങ്ങാനായി അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുന്നു. എന്നിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നവർ അച്ഛൻ്റെ കാല് പിടിക്കുന്നു. അതിനുശേഷം അച്ചമ്മയുടെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങുന്നു. എന്നിട്ട് സന്തോഷത്തോടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു, അച്ഛാ എൻ്റെ ഷോപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ്. എല്ലാവരും സന്തോഷിക്കുന്നു. അപ്പോൾ വീണ്ടും പഴയ ഓണർ വന്ന് സുധിയോട് പറയുന്നു, സുധി ഒന്ന് വരൂ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അവിടെയുള്ള പഴയ 2 സ്റ്റാഫിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, സുധി ഞാൻ ഷോപ്പ് തുടങ്ങിയപ്പോഴേ എൻ്റെ കൂടെയുള്ള 2 സ്റ്റാഫാണ്. ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള 2 സ്റ്റാഫുകളാണ്. ഞാൻ ഷോപ്പ് തുടങ്ങിയപ്പോഴേ എൻ്റെ കൂടെ ഉള്ളതാണ്. ഇവർ നിൻ്റെ വളർച്ചയ്ക്ക് ഉപകാരം ചെയ്യും, ഇവരെയും കൂടെ നിർത്തിക്കൂ. അപ്പോൾ സുധി സന്തോഷത്തോടെ താങ്ക് യു സാർ എന്ന് പറയുന്നു. അങ്ങനെ പഴയ സ്റ്റാഫും പഴയ ഓണറിനോട് താങ്ക് യു പറയുന്നു. അതിനുശേഷം സുധി ആ 2 സ്റ്റാഫുകളോടായി കളിയാക്കി ചോദിക്കുന്നു, നിങ്ങളെ 2 പേരുടെയും ഷർട്ട് പൂർത്തി കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റാഫ് പറഞ്ഞു, എൻ്റെത് കഴിഞ്ഞു. മറ്റേ സ്റ്റാഫ് പറയുന്നു, എൻ്റെത് അടുത്ത വർഷമാണ് സാർ എന്ന് പറയുന്നു. അപ്പോൾ സുധി ഒന്ന് കളിയാക്കി ചിരിക്കുന്നു. അതിനുശേഷം അടുത്ത സീനിൽ ഓണറും സച്ചിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. സച്ചിയോടായി ഓണർ പറയുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഷോപ്പ് വളരെ നല്ല രീതിയിൽ ഒരു നല്ല ആളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. അത് കണ്ട് ചന്ദ്രമതിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. സച്ചിയെ അയാൾ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദേഷ്യത്തോടെ നോക്കുന്നു. അപ്പോൾ സച്ചി പറയുന്നു, ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയുള്ളൂ. ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം ചെയ്തിട്ട് എന്നെ ഒരാൾ നല്ലത് പറയുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഓണർ സന്തോഷത്തോടെ പോകുന്നു. ഓണർ പോകുന്നത് നോക്കി നിൽക്കുന്ന സച്ചിയുടെ അടുത്തായി രേവതി വന്ന് പറയുന്നു, സച്ചിയേട്ടാ നമുക്കെന്തെങ്കിലും വാങ്ങിക്കണ്ടേ? അപ്പോൾ സച്ചി പറയുന്നു, നീ എന്തെങ്കിലും വാങ്ങിക്കൂ. അപ്പോൾ രേവതി പറയുന്നു, നമുക്കൊരു മിക്സി വാങ്ങിയാലോ? അപ്പോൾ സച്ചി പറയുന്നു, നിന്റെ ഇഷ്ടം, അതെന്താണോ നമുക്കത് വാങ്ങിക്കാം. അപ്പോൾ പുറകിൽ നിന്ന് ചന്ദ്രമതി അവർ കേൾക്കാതെ മൈൻഡ് വോയിസായി പറയുന്നു, ഓ പിന്നെ വാങ്ങും എന്ന് പറയുന്നു. അതിനുശേഷം അടുത്ത സീനിൽ രേവതി മിക്സി നോക്കുന്നു. അവിടേക്ക് വരുന്ന സച്ചി, രേവതി നീ നോക്കുന്നതല്ലാതെ ഒന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ രേവതി പറയുന്നു, എന്ത് വിലയാ ഇതിനൊക്കെ? അപ്പോൾ സച്ചി പറയുന്നു, ഇതില്ലാതെ അടുക്കളയിൽ പറ്റില്ലല്ലോ. ഇത് വന്നതോടെ പെണ്ണുങ്ങൾക്ക് അസുഖങ്ങളെല്ലാം കുറഞ്ഞു. പഴയ അമ്മിക്കല്ലുണ്ടായിരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് അസുഖമൊന്നുമില്ല. ഇപ്പോൾ മിക്സി വന്നതിന് ശേഷം പെണ്ണുങ്ങൾക്കൊക്കെ അസുഖം കൂടി. അപ്പോൾ രേവതി പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു അമ്മി മേടിച്ചോണ്ട് വീട്ടിൽ പോവാം. സച്ചിയേട്ടൻ അമ്മിയിലരയ്ക്കൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി അന്തം വിട്ട് നിൽക്കുന്നു. അപ്പോൾ രേവതി പറയുന്നു, ഇത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പെണ്ണുങ്ങളുടെ ജോലി കുറഞ്ഞത്. പണ്ടൊക്കെ ആളുകൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരുന്നു. ഇന്നും അങ്ങനെ കരുതി ആളുകളെല്ലാം നടന്നു പോയിക്കൊണ്ടിരുന്നാൽ സച്ചിയേട്ടൻ എങ്ങനെ ജീവിക്കും? സച്ചിയേട്ടൻ്റെ വണ്ടിയിൽ ആര് കയറും എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി ചെറുതായി ചമ്മി
അപ്പോൾ രേവതി ചോദിക്കുന്നു, ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സച്ചി പറയുന്നു,